എന്നിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 10-ാം അധ്യായമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും തയ്യാറല്ലേ? ഭക്ഷണത്തെക്കുറിച്ച് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതും എന്നാൽ ഇന്നും ക്രിസ്ത്യാനികൾ അനുസരിക്കേണ്ടതുമായ ചില നിയമങ്ങളാണ് ഇന്ന് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കരുതാത്തതുമായ കരജീവികൾ, ജലജീവികൾ, പക്ഷികൾ, മറ്റു പറവകൾ, പ്രാണികൾ എന്നിവയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. 2, അശുദ്ധ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന്. 3, അശുദ്ധ മൃഗങ്ങൾ, ഉരഗങ്ങൾ, മറ്റ് ഇഴജന്തുക്കളെയും കുറിച്ചുള്ള നിയമങ്ങൾ. 4, ദൈവം തന്ന ഈ ഭക്ഷണക്രമങ്ങളുടെ ഉദ്ദേശമെന്ത്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കരുതാത്തതുമായ കരജീവികളെക്കുറിച്ചാണ്. മോശയിലൂടെയും അഹ്റോനിലൂടെയും ദൈവം ഇസ്രായേൽ മക്കൾക്ക് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളാണ് കൊടുക്കുന്നത്. അതിൽ ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കാം, ഏതൊക്കെ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന നിയമം. എന്തിനാണ് ഈ നിയമങ്ങൾ അവർക്ക് കൊടുക്കുന്നതെന്ന് ഒരു സംശയം നമുക്ക് തോന്നാം. അതിന് കാരണം ഈ കൽപ്പന ഇസ്രായേലിനെ അവരുടെ വ്യത്യസ്തമായ ഭക്ഷണക്രമത്തിലൂടെ മറ്റ് ജനതകളിൽ നിന്ന് വേർപെടുത്തി ഒരു വിശുദ്ധ ജനവും രാഷ്ട്രവുമായിരിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവം ഇങ്ങനെ ഒരു നിയമം കൊടുക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ദൈവം പറയുന്നത് കരജീവികളെക്കുറിച്ചാണ്. യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളിവ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ. 1, ഒട്ടകം അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ, മുയൽ ഇവ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അശുദ്ധം എന്ന് പറയുമ്പോൾ അത് പാപം എന്നല്ല അർത്ഥം. പിന്നെയോ ദൈവം വിശുദ്ധനാണ്. അതിനാൽ ദൈവസന്നിധിയിൽ നമ്മൾ ശാരീരികമായും ആത്മീയമായും ശുദ്ധിയുള്ളവരായിരിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് പുതിയ നിയമവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പുതിയ നിയമത്തിൽ ഹൃദയത്തിൻ്റെ ശുദ്ധി, ആത്മീയ ശുദ്ധി എന്നിവയ്ക്കാണ് പ്രാധാന്യം. യേശുക്രിസ്തു നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നതും അതുതന്നെ. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് നിയമങ്ങൾ ബാധകമല്ല. കാരണം മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വിശുദ്ധ മത്തായി 15:11 ഞാൻ വായിച്ചത്. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധമാക്കുന്നത്. വിശുദ്ധ മർക്കോസ് 7:15 ഞാൻ വായിച്ചത്. പ്രവൃത്തികളുടെ പുസ്തകം അധ്യായം 10-11 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഈ നിയമങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ ബാധിക്കുന്നില്ല. നിങ്ങൾ ഭക്ഷിക്കുന്നതിന് മുന്നേ കർത്താവിനോട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ഭക്ഷിക്കുക മാത്രമാണ് വേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായ ജലജീവികളെക്കുറിച്ചാണ്. 9 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, വെള്ളത്തിലുള്ള എല്ലാത്തിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ ഇവ. കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലുമുള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലുമില്ലാത്തത് ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവയുടെ മാംസം തിന്നരുത്, അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിലുള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അടുത്ത നമ്മൾ കാണുന്നത് ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായ പക്ഷികളും മറ്റ് പറവകളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 13 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു, പക്ഷികളിൽ നിങ്ങൾ കറപ്പായിരിക്കേണ്ടവ ഇവ: കഴുകൻ, ചെമ്പരുന്ത്, കടൽ റാഞ്ചൻ, ഗൃദ്ധം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള്, കടൽ കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കടുമ്മച്ചാത്തൻ, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും അറപ്പാകുന്നു. അവയെ തിന്നരുത്. അടുത്ത നമ്മൾ കാണുന്നത് പ്രാണികളെക്കുറിച്ചാണ്.
20 മുതൽ 23 വചനങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്, ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ചിറകും 4 കാലുമുള്ള ശേഷം ഇഴജാതി ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. എന്നാൽ തിന്നാൻ അനുവദനീയമായത് എന്തൊക്കെയെന്ന് നോക്കാം. ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുട ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. ഇവയിൽ അതത് വിധം വെട്ടുക്കിളി, അതത് വിധം വെട്ടിൽ, അതത് വിധം ചീവീട്, അതത് വിധം തുള്ളൻ എന്നിവയും നിങ്ങൾക്ക് തിന്നാം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ അശുദ്ധരാകും എന്നും അശുദ്ധ മൃഗങ്ങളുടെ ശരീരങ്ങൾ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുമാണ്. 24 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. അവയാൽ നിങ്ങൾ അശുദ്ധരാകും. ഏതിനാലാണ് നമ്മൾ അശുദ്ധരാകുന്നതെന്ന് നോക്കാം. കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് രണ്ടായി പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം. അവയെ തൊടുന്നവനെല്ലാം അശുദ്ധനായിരിക്കണം. 4 കാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളങ്കാൽ പതിച്ച് നടക്കുന്നവ ഒക്കെയും നിങ്ങൾക്ക് അശുദ്ധം. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രമലകി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അശുദ്ധ മൃഗങ്ങൾ, ഉരഗങ്ങൾ, മറ്റ് ഇഴജാതികളെയും കുറിച്ചുള്ള നിയമങ്ങൾ. നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ: പെരിച്ചാഴി, എലി, അതത് വിധം ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തരുവൻ എല്ലാം ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവയുടെ ദോഷങ്ങളെക്കുറിച്ച് നോക്കാം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ചത്ത ശേഷം അവയിൽ ഒന്ന് ഏതിന്മേലെങ്കിലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും. അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടണം. അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം, പിന്നെ ശുദ്ധമാകും. അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതൊക്കെയും അശുദ്ധമാകും. നിങ്ങളത് ഉടച്ചു കളയണം. തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും. കുടിക്കുന്ന വല്ല പാനീയവും ആ വക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും. അവയിൽ ഒന്നിൻ്റെ പിണം വല്ലതിന്മേലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും. അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ ഏതായാലും അത് തകർത്ത് കളയണം. അവ അശുദ്ധമാകുന്നു. എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും. പിണം തൊടുന്നവനോ അശുദ്ധമാകും. വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ വിത്തിൽ വെള്ളമൊഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം. നിങ്ങൾക്ക് തിന്നാകുന്നൊരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. നിലത്ത് ഇഴയുന്ന ഇഴജാതി എല്ലാം അറപ്പാകുന്നു. അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്. അവ അറപ്പാകുന്നു. അവസാനമായി നമ്മൾ കാണുന്നത് ദൈവം തന്ന ഈ ഭക്ഷണക്രമങ്ങളുടെ ഉദ്ദേശമെന്നാണ്. 44 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇടയുന്ന യാതൊരു ഇഴജാതിയായാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.